ലഗ്രാഞ്ചീസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ ലഗ്രാഞ്ചീസ് ലീനിയർ ഇക്വേഷൻ. പൊതുവേ ലീനിയർ ഇക്വേഷൻ, ലഗ്രാഞ്ചീസ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർഡർ ഇക്വേഷൻസിനെയൊക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡറിൽ വരുന്നതിനെയൊക്കെയാണ് നമ്മൾ ലഗ്രാഞ്ചീസ് ലീനിയർ ഇക്വേഷനിലോട്ട് പെടുത്തിയിരിക്കുന്നത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഈ ഒരു ലഗ്രാഞ്ചീസ് ലീനിയർ ഇക്വേഷന് അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് ഉണ്ട്. അതുപോലെ അതിൻ്റെ സൊല്യൂഷനും ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഫോർമാറ്റ് നമ്മൾ പഠിച്ചു വെച്ചേക്കണം. ഫസ്റ്റ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് നോക്കാം. അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത് പി പി പ്ലസ് ക്യൂ ക്യൂ ഈസ് ഈക്വൽ ടു ആർ ആണ്. ഫസ്റ്റ് ഓർഡർ ലീനിയർ ഇക്വേഷന് പൊതുവേ യൂസ് ചെയ്യുന്നതാണിത്. ഇത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്, പി എന്താണ് ക്യൂ എന്താണെന്ന്. അതുപോലെ തന്നെ സൊല്യൂഷൻ ഫോർമാറ്റ്, സൊല്യൂഷൻ്റെ ഫോർമാറ്റ് ഫൈ ഓഫ് യു വി ഇസ് ഈക്വൽ ടു 0. കാരണം നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണെങ്കിൽ അത് യു വിയുടെ ടേമിൽ ഈ ഫൈ ഇസ് ഈക്വൽ ടു യു കോമ വി ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ വേണം നമ്മൾ എഴുതേണ്ടത്. ഇതിൽ ഫൈ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, എന്താണ്, ആർബിട്രറി ഫംഗ്ഷൻ. ഫൈ എന്ന് പറയുന്നത് ആർബിട്രറി ഫംഗ്ഷൻ. എഫിന് പകരം നമ്മൾ ഫൈ കൊടുത്തേക്കുന്നേ ഉള്ളൂ. ഇതിൽ തന്നെ യു ഉണ്ട്, വി ഉണ്ട്. എന്തായിരിക്കും യുവും വിയും? യു എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ്. അതുപോലെ തന്നെ വി എന്ന് പറഞ്ഞാലും എന്താണ്, അനദർ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ്. രണ്ടും ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ് തന്നെ. ഇനി ഇതിൽ യു എഴുതുമ്പം നമുക്ക് ഏത് ഫോമിലാണ് വരുന്നത്? യു എന്ന് പറയുന്നത് യു ഓഫ് എക്സ് വൈ ഇസഡ്. ഓക്കെ. വി എന്ന് പറഞ്ഞാലും വി ഓഫ് എക്സ് വൈ ഇസഡ്. ഇനി ഇതിലൊരു ആക്സിലറി അല്ലെങ്കിൽ ഓക്സിലറി സബ്സിഡറി ഇക്വേഷൻ ഫോർമാറ്റിലോട്ട് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മളിത് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ഇസ് ഇക്വൽ ടു പി ഇസ് ഇക്വൽ ടു ഡി വൈ ബൈ ക്യൂ ഇസ് ഇക്വൽ ടു ഡി ഇസഡ് ബൈ ആർ. ഈ ഒരു ഫോമാണ് നമ്മുടെ ഓക്സിലറി സബ്സിഡറി അല്ലെങ്കിൽ സബ്സിഡറി ഇക്വേഷൻ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞ ലഗ്രാഞ്ചിയസ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മെത്തേഡാണ് ഉള്ളത്. ഏതൊക്കെയാണ് ആ മെത്തേഡെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ ഗ്രൂപ്പിംഗ്, രണ്ടാമത്തത് മൾട്ടിപ്ലൈസ്. ഗ്രൂപ്പിങ്ങും മൾട്ടിപ്ലൈസും ചെയ്യാൻ നല്ല എളുപ്പം തന്നെയാണ്. കുറച്ചുകൂടെ ഈസി ആയിട്ടുള്ളത് ഗ്രൂപ്പിംഗ് ആണ്. മൾട്ടിപ്ലൈസിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ട് മെത്തേഡ്സും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രൂപ്പിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഗ്രൂപ്പിങ്ങിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് എക്സ് പി പ്ലസ് വൈ ക്യൂ ഇസ് ഇക്വൽ ടു 3z. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇതിൻ്റെ സബ്സിഡറി ഇക്വേഷൻ അല്ലെങ്കിൽ ഓക്സിലറി ഫോമിലോട്ടാക്കുക. എങ്ങനെയാണ് വരുന്നത്? ഡി എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഇക്വൽ ടു, എക്സ് എന്ന് പറഞ്ഞാൽ പിയുടെ കൂടെ കിടക്കുന്നത്, ഡി വൈ ബൈ ക്യൂവിൻ്റെ കൂടെ കിടക്കുന്നതാണ് എഴുതാണ്ട്, വൈ ഇസ് ഇക്വൽ ടു ഡി ഇസഡ് ബൈ ഇസഡ്, ആറിൻ്റെ പോർഷനിൽ വന്നിരിക്കുന്ന 3z. അപ്പോൾ നമ്മൾ സബ്സിഡറി ഇക്വേഷനിലോട്ടാക്കി. ഇനി ഇതിൽ ഈ മൂന്നെണ്ണം ഉള്ളതിൽ രണ്ടെണ്ണം വീതം നമ്മൾ ഗ്രൂപ്പ് ചെയ്താണ് എടുക്കേണ്ടത്. ഗ്രൂപ്പിംഗ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ എന്ന് വെച്ചാൽ ഇപ്പം രണ്ട് ഗ്രൂപ്പ് എടുക്കുന്ന സമയത്ത് രണ്ട് ഫംഗ്ഷൻസിനേക്കാളും കൂടുതൽ, രണ്ട് ഫംഗ്ഷനല്ല രണ്ട് വേരിയബിൾ എന്ന് വെച്ചാൽ എക്സ് വൈ, ഇതിനേക്കാളും കൂടുതലായിട്ട് ഇസഡ് കൂടെ വരികയാണെങ്കിൽ നമ്മളതിനെ സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എക്സും വൈ അല്ലെങ്കിൽ വൈ ഇസഡ് ഇതിൻ്റെ ഏതെങ്കിലും രണ്ട് ടേംസ് മാത്രമേ അറ്റ് എ ടൈം വരാൻ പാടുള്ളൂ, എങ്കിലേ നമുക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 3 ടേം വരുവാണെങ്കിൽ നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ നേരെ എന്തിലോട്ട് പോകും? മൾട്ടിപ്ലൈസിലോട്ട് പോകും. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? കാണുമ്പോൾ തന്നെ അറിയാം, ഗ്രൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ആദ്യം എടുക്കുന്നത് ആദ്യത്തെ രണ്ട് പോർഷൻ, ഡി എക്സ് ബൈ എക്സ് ഇസ് ഇക്വൽ ടു ഡി വൈ ബൈ വൈ. ഇത് എക്സ് എല്ലാം ഒരു ടൈമിൽ, വൈ എല്ലാം ഒരു സൈഡിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇതിനെ ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ആൻസർ എങ്ങനെയാണ്? ഇൻ്റഗ്രേഷൻ ഓഫ് 1/x എന്ന് പറയുന്നത് ലോഗ് എക്സ്, ഇൻ്റഗ്രേഷൻ ഓഫ് 1/y എന്ന് പറയുന്നത് ലോഗ് വൈ ആണ്. അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ അല്ലേ? അപ്പോൾ ഇൻ്റഗ്രേഷൻ 1/x എന്ന് പറയുന്നത് ലോഗ് എക്സ് ഈസ് ഇക്വൽ ടു ലോഗ് വൈ. രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കോമൺ ആയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കുക. ഞാൻ കൊടുക്കുന്ന കോൺസ്റ്റൻറ്റ് C1 ആണ്. ഇനി ഇതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോഗ് എക്സ് മൈനസ് ലോഗ് വൈ ഈസ് ഇക്വൽ ടു C1 എന്നുള്ള ഫോമിലോട്ട് എഴുതാൻ പറ്റും. ഇനി ഇതിനെ സോൾവ് ചെയ്യണമെങ്കിൽ ലോഗ് വെച്ചിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്നതാണ് നല്ലത്. ഇത്രയൊന്ന് എഴുതിയെടുക്കുക ഒരു പേപ്പറിൽ. ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി, ലോഗ് എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ ഇൻറ്റു ലോഗ് എ, ലോഗ് എ ബി സി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി പ്ലസ് ലോഗ് സി, ദെൻ ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. ഇതിൽ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ലോഗ് മാറ്റുമ്പോൾ വരുന്നത് ഇ റേസ് ടു വൈ എന്നുള്ള ഫോമാണ്. ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ
ലോഗ് മാറ്റണമെങ്കിൽ ആ എക്സ് കണ്ടുപിടിക്കുമ്പോൾ ലോഗ് മാറി നേരെ എക്സ്പൊണൻഷ്യലിലോട്ട് വരും. അങ്ങനെയാണ് e⁻y കിട്ടിയത്. അപ്പോൾ ഇത്ര ഇക്വേഷൻസ് അറിഞ്ഞിരുന്നാലേ ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ലോഗ് എക്സ് മൈനസ് ലോഗ് വൈ ആണ് വന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും? ലോഗ് എക്സ് ബൈ വൈ ഇസ് ഇക്വൽ ടു z1. ഈ എക്സ് ബൈ വൈ കാൽക്കുലേറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ ലോഗ് മാറ്റുമ്പോൾ എന്തൊരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷനായിട്ട് വരും, e⁻c1. e⁻c1 എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്തൊരു കോൺസ്റ്റൻറ്റ് c2 ആയിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെ വരും? എക്സ് ബൈ വൈ ഇസ് ഇക്വൽ ടു c2. ഇതാണ് എൻ്റെ ഇക്വേഷൻ നമ്പർ എ. ഇനി അടുത്ത സെക്ഷനിലോട്ട് പോകാം. ഞാൻ അടുത്തെടുക്കുന്നത് അടുത്ത പോർഷനാണ് dy/y ഈസ് ഈക്വൽ ടു dz/3z. ഇനി ഇത് തന്നെ എടുക്കണമെന്നില്ല. dx/x ഇസ് ഈക്വൽ ടു dz/3z അതും എടുത്തെന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിനെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാണ്. dy/y ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ഓഫ് dz/3z. അപ്പോൾ എനിക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം ലോഗ് y ഈസ് ഈക്വൽ ടു 3 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ 1/3 പുറത്തെടുക്കുമ്പോൾ എനിക്ക് എങ്ങനെ വരും? ലോഗ് z പ്ലസ് കൊടുത്ത കോൺസ്റ്റൻറ്റ് കൊടുക്കാൻ പാടില്ല. c1 കൊടുത്തു, c2 കൊടുത്തു. സോ നെക്സ്റ്റ് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് c3 ആണ്. അപ്പോൾ c3 എടുത്തു. ഇനി എന്ത് ചെയ്യും? ലോഗ് വരുന്ന എല്ലാം കൂടെ ഒരു സൈഡിലോട്ടാക്കാം. ലോഗ് y അതിന് മുന്നേ തന്നെ ആ ഒരു ടേമിന് മുന്നേ തന്നെ നമുക്ക് ഈ 3നെ എന്ത് ചെയ്യാം? ഈക്വൽ ടു സൈൻ ഇപ്പുറത്തോട്ടാക്കാം. അപ്പോൾ എന്ത് വരും? 3 ലോഗ് y ഈസ് ഈക്വൽ ടു ലോഗ് z പ്ലസ് c3. ഇതാണ് കുറച്ചുകൂടെ ബെറ്റർ ചെയ്യാൻ. അപ്പോൾ 3 ലോഗ് y മൈനസ് ലോഗ് z ഈസ് ഈക്വൽ ടു c3 എന്നുള്ള ഫോമിലാണ് കിട്ടുന്നത്. ഇനി ഇത് സോൾവ് ചെയ്യണമെങ്കിൽ ഒരു ഇക്വേഷൻ കൂടെ നമുക്ക് അറിയണം എന്നുണ്ട്. n ഇൻറ്റു ലോഗ് എ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് വെച്ചാൽ ലോഗ് a⁻n ആണ്. ഇതും ഒന്ന് നോട്ട് ചെയ്യുക. അതുപോലെ ലോഗ് y³ അല്ല. അപ്പോൾ ഇതിൽ നമുക്കുള്ള നോക്കാം എങ്ങനെയാണ് വരുന്നത്. നമുക്കുള്ളത് 3 ലോഗ് y. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും? നമുക്ക് ലോഗ് y³, ഇത്രയേ ഉള്ളൂ, ലോഗ് y³. അപ്പോൾ ഇത് ഡയറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 3 ലോഗ് y എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതി? ലോഗ് y³ മൈനസ് ലോഗ് z ഇസ് ഈക്വൽ ടു c3. അപ്പോൾ ഇതിനെ വീണ്ടും സോൾവ് ചെയ്യാൻ നമ്മൾ മുമ്പത്തെ ഇക്വേഷനിൽ പറഞ്ഞായിരുന്നു. എങ്ങനെയാണ് വരുന്നത്? y³/z ഇസ് ഈക്വൽ ടു c3. അപ്പോൾ y³/z എന്ന് പറഞ്ഞാൽ y³/z ഇസ് ഈക്വൽ ടു ലോഗ് മാറ്റുമ്പോൾ e⁻c3. e⁻c3 എന്ന് പറഞ്ഞാൽ ഞാൻ കോൺസ്റ്റൻറ്റ് c4 ആയിട്ട് കൊടുത്തു. അപ്പോൾ y³/z ഇസ് ഈക്വൽ ടു c4. ഈ ഇക്വേഷനാണ് എൻ്റെ ബി. ഇനി എനിക്ക് എന്ത് ഫോമിലോട്ടാണ് സൊല്യൂഷൻ എഴുതേണ്ടത്? ഫൈ ഓഫ് യു വി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഫൈ ഓഫ് യു എന്ന് പറയുന്നത് നമുക്ക് വാല്യൂ കിട്ടിയിട്ടുണ്ടായിരുന്നു. എത്രയാണ്? x/y, ബി എന്ന് പറയുന്നത് y³/z ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്രൂപ്പിങ്ങിൻ്റെ പ്രോബ്ലം. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. സോൾവ് x² p + y² q ഇസ് ഈക്വൽ ടു z². അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. നേരത്തെ പോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷൻ എഴുതാം. dx ഇസ് ഈക്വൽ ടു x², പിയുടെ സ്ഥാനത്ത് dy/qൻ്റെ സ്ഥാനത്ത് y² ഈസ് ഈക്വൽ ടു ഇസഡിൻ്റെ സ്ഥാനത്ത് ആറിൻ്റെ സ്ഥാനത്ത് z². ഈ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിന് ഞാൻ ആദ്യത്തെ 2 എണ്ണം എടുത്തു. dxഉം dy ആണ് ആദ്യം എടുക്കുന്നത്. dx ഇസ് ഈക്വൽ ബൈ x² ഇസ് ഈക്വൽ ടു dy/y². അപ്പോൾ അതിനെ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നു? ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് 1/x² ഇൻറ്റു dx ഇൻ്റഗ്രേഷൻ ഓഫ് 1/y² ഇൻറ്റു dx എന്നുള്ള ഫോമിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഇൻ്റഗ്രേഷൻ ഓഫ് 1/x² എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫോമുല -1/x ഇൻ്റഗ്രേഷൻ ഓഫ് 1/y² എന്ന് വെച്ചാൽ -1/y ആണ്. ചുരുക്കം പറഞ്ഞാൽ ഇതിൽ ഇൻ്റഗ്രേഷൻ അറിയാമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫോമുലാസ് നോക്കാം. ഫോമുലാസായിട്ട് ഞാനൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം. 1/x എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 1 - 1/x ഇസ് ഈക്വൽ ടു -1/y. അവിടുത്തെ കോൺസ്റ്റൻറ്റ് ഞാൻ c1 എന്നാണ് എടുത്തിരിക്കുന്നത്, c1. അപ്പോൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. -1/x + 1/y ഇസ് ഈക്വൽ ടു c1. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ. എങ്ങനെയാണ്? എ ആയിട്ട് എടുക്കുന്നത്, സ്മാൾ ലെറ്റർ എ. അടുത്ത 2 പോർഷൻസ് ഞാൻ എടുക്കുവാണ്. dy/y² ഇസ് ഈക്വൽ ടു dz/z². സോ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? -1/y ഇസ് ഈക്വൽ ടു -1/z + c2. അപ്പോൾ ഇതിൽ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ
മൈനസ് 1/y പ്ലസ് 1/z ഈസ് ഈക്വൽ ടു C2 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ബി ഇക്വേഷൻ. അപ്പോൾ ലാസ്റ്റ് സൊല്യൂഷൻ എങ്ങനെ എഴുതാം? 1/y മൈനസ് 1/x 1/z മൈനസ് 1/y ഈസ് ഈക്വൽ ടു 0. വളരെയധികം സിമ്പിളായിട്ടുള്ള പ്രോബ്ലം ആണ്.